ആലപ്പുഴയിലേക്ക് പോയാൽ അമ്പലപ്പുഴയിലേക്ക് ജി സുധാകരന്റെ അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണയ്ക്കുന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം. പിണറായിയെ പിന്തുണയ്ക്കുന്നയാൾക്ക് എന്തിനു വോട്ട് നൽകണമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ചോദിക്കുന്നത്. പിണറായി മൂന്നാമതും മുഖ്യമന്ത്രിയായാൽ സന്തോഷമെന്ന് പറഞ്ഞതാണ് പ്രവർത്തകരെ ഉൾപ്പെടെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ജി സുധാകരൻ UDF അനുകൂല നിലപാടെടുത്ത് ഒരു സ്ഥാനാർത്ഥിയായി വരുന്നു എന്നറിയുന്നു. സന്തോഷമാണ്. അതിൽ ഞങ്ങൾ സ്വാഗതം ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനോട് ഒരിക്കലും യോജിക്കാനാവില്ല. നിർത്തണം എന്നു തന്നെയാണ് എന്നെപ്പോലുള്ളവരുടെ വ്യക്തിഗതമായ അഭിപ്രായം. കാരണം ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഈ നിലപാടിനോട് യോജിക്കാൻ പറ്റില്ല. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കണ്ടോ, ഇത്തരം പ്രതികരണങ്ങളാണ് ഉയരുന്നത്. മനീഷ് മഹിബാൽ ചേരുന്നു. മനീഷ്, അങ്ങനെ കണ്ണും പൂട്ടി ജി സുധാകരനെ പിന്തുണയ്ക്കാനില്ല എന്നാണല്ലേ പറയുന്നത്? അതായത് ജി സുധാകരൻ പറഞ്ഞിട്ടുള്ള ഓരോ പ്രസ്താവനയും ഓരോ വാക്കും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം പരിശോധിക്കുകയാണല്ലേ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ? റോഷ്നി, ഇവിടെ ജി സുധാകരന്റെ നിലപാടിനെ വലിയ സംശയത്തോടുകൂടിയാണ് കോൺഗ്രസ് കാണുന്നത്. ഏകദേശം ഒരു വർഷം മുൻപ് തന്നെ ദേശീയ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ജി സുധാകരനുമായുള്ള ചർച്ച നടത്തിയത്, കോൺഗ്രസ് നടത്തിയെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴിതാ ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകാനിരിക്കെ നിലവിൽ ഇതുവരെയും UDFന്റെ പിന്തുണ അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പിന്തുണ സ്വാഭാവികമായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എന്ന് പറഞ്ഞ് ഇപ്പോഴിതാ രണ്ടാം ദിവസമാണ്. പക്ഷേ ഇപ്പോഴും UDF നേതാക്കൾ അദ്ദേഹത്തെ സമീപിക്കുന്നതോ അല്ലെങ്കിൽ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടക്കുന്നതുമായിട്ടുള്ള യാതൊരു വാർത്തകളോ അത്തരത്തിലുള്ള ഒരു തെളിവുകളും നമുക്ക് അദ്ദേഹത്തിന്റെ ഫോണിൽ വിളിച്ചതുമായിട്ടുള്ള ഒരു തെളിവുകളും പുറത്തു വന്നിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങൾ ഉണ്ടായേക്കാം. സ്വാഭാവികമായും KC വേണുഗോപാൽ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഡൽഹിയിലാണ്. നാളെ അദ്ദേഹം തിരിച്ചെത്തിയാൽ, ഇന്ന് രാത്രി തിരിച്ചെത്തിയാൽ ഒരുപക്ഷെ നാളെ കൂടിക്കാഴ്ച നടത്തിയേക്കാം. പക്ഷേ ഇപ്പോൾ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവ്, അതായത് M. ലിജു അടക്കം കഴിഞ്ഞ 5 വർഷക്കാലമായി അമ്പലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കാൻ കാത്തിരുന്നുകൊണ്ട് അവിടെ പ്രവർത്തന മേഖല, കർമ്മമേഖല അവിടേക്കാക്കിയതാണ്. M. ലിജു ഇനിയിപ്പോൾ തൃപ്പൂണിത്തുറ കിട്ടുന്ന കാര്യം ഉറപ്പല്ല. ഒപ്പം തന്നെ A. ഷുക്കൂറിനും KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MJ ജോബിനും കടുത്ത എതിർപ്പുണ്ട്. കാരണം ഇരുവർക്കും മറ്റു 2 സീറ്റുകൾ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അമ്പലപ്പുഴയിൽ അനിശ്ചിതം വന്നതോടെ മറ്റു സീറ്റുകളിലും ഇതേ പ്രശ്നം വന്നതുകൊണ്ട് തന്നെ A. ഷുക്കൂറും ഒപ്പം തന്നെ MJ ജോബിനും നിലവിൽ അമ്പലപ്പുഴയിൽ പിന്തുണ സുധാകരന് കൊടുക്കേണ്ട എന്ന നിലപാട് തന്നെയാണ്. ഒരു പക്ഷേ ഈ 2 നേതാക്കൾക്കും സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇവർ പാർട്ടി വിടുമെന്ന മുന്നറിയിപ്പ് തന്നെ നൽകിയിട്ടുണ്ട്. ഈ M. ലിജുവിന്റെ കാര്യവും അനിശ്ചിതത്വമാണ്. അമ്പലപ്പുഴ അല്ലാതെ മറ്റു സീറ്റുകൾ തൃപ്പൂണിത്തുറയും അദ്ദേഹത്തിന് വിജയ സാധ്യത ഉപരി ഗ്രൂപ്പ് സമവാക്യങ്ങൾ വലിയ പ്രശ്നങ്ങൾ തൃപ്പൂണിത്തുറയിൽ നേരിടുന്നുണ്ട്. അങ്ങനെ സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുമെങ്കിൽ UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ടാകുന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പ് വന്നിട്ടില്ല. ഇനി ദേശീയ നേതൃത്വം അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്താൽ, അദ്ദേഹം പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ 3ാം തവണയും മുഖ്യമന്ത്രിയായി വന്നാൽ അദ്ദേഹം സന്തോഷം എന്ന് പറഞ്ഞത് സുധാകരന്റെ തന്ത്രപരമായ ഒരു പ്രതികരണം എന്ന രീതിയിൽ കണ്ടാൽ മതി എന്നാണ് പ്രാദേശിക നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അടിത്തട്ടിൽ ഇത്തരത്തിൽ കാലുവാരുന്ന രീതി കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുണ്ടായാൽ അത് വലിയ ക്ഷീണം UDFന് ആകെ ഉണ്ടാകും. കാരണം പ്രധാനപ്പെട്ട ഒരു നേതാവിനെ UDF പിന്തുണയോടെ മത്സരിപ്പിച്ച് അദ്ദേഹം തോറ്റുപോയാലുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ KC വേണുഗോപാൽ ജില്ലയിലെത്തിയ ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക. റോഷ്നി, അപ്പോ അമ്പലപ്പുഴയിലും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാട് അത് നിർണായകം തന്നെയാണ്. നമുക്ക് നോക്കാം ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത്. ഔദ്യോഗിക പ്രഖ്യാപനമൊക്കെ വരുമ്പോൾ ഇവരൊക്കെ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നോക്കാം.